LLB പരീക്ഷയിലെ പുനർമൂല്യനിർണ്ണയത്തിലെ അപാകതയിൽ കേരള സർവകലാശാല പരീക്ഷാ കൺട്രോളർക്കെതിരെ KSU സെനറ്റ് അംഗങ്ങൾ പരീക്ഷാ കൺട്രോളറെ മാറ്റണമെന്നാണ് ആവശ്യം. സിൻഡിക്കേറ്റിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സെനറ്റ് അംഗങ്ങൾ കത്ത് നൽകി. നിരന്തരമായി സർവകലാശാലയ്ക്ക് കീഴിൽ പരീക്ഷാ ക്രമക്കേട് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. പരീക്ഷകൾ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പരീക്ഷാ കൺട്രോളർ മൗനത്തിലെന്നും ആക്ഷേപം. നിലവിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകളും വലിയ അനാസ്ഥയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2019 നിലവിലത്തെ എക്സാം കൺട്രോളർ അധികാരമേൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനുശേഷം ഒരു തവണ പോലും കൃത്യമായി എക്സാം കലണ്ടർ ഫോളോ ചെയ്യാൻ കഴിയാത്ത ഒരു പരീക്ഷാ സംവിധാനമാണ് കേരള യൂണിവേഴ്സിറ്റിക്കുള്ളത്. ഇപ്പോൾ നിയമ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പരീക്ഷാ നടത്തിപ്പിൽ റീവാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് വലിയ മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു. കുട്ടികൾ അവിടെ സമരം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ വളരെ കാലത്തോളം നീട്ടിക്കൊണ്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഒരു ഓഫ്ലൈനായി ഉള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെ ആ പരീക്ഷ നടത്താവുന്ന സാഹചര്യമേ ഉള്ളൂ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പരീക്ഷകളാണ് നടത്തേണ്ടതെന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അതിനുപോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എക്സാം കൺട്രോളർ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥ മൂലമാണ് എന്നുള്ളത് കൃത്യമാണ്. ആ സാഹചര്യത്തിലാണ് എക്സാം കൺട്രോളറെ മാറ്റി മറ്റൊരാളെ ആ പൊസിഷനിലേക്ക് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് KSUവിൻ്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും നമ്മൾ പരാതി നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുനിഷ ഏലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, ഇപ്പോൾ KSU പറയുന്നതനുസരിച്ച് 2019 ശേഷം നടന്ന പരീക്ഷകളിൽ അത് കൃത്യമായി നടന്നില്ല, അതിൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പരീക്ഷാ കൺട്രോളറുടെ വിശദീകരണമോ മറുപടിയോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം KSU ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? അതാണ് 2019 കേരള സർവകലാശാലയിലെ പരീക്ഷാ കൺട്രോളർ ചുമതലയേൽക്കുന്നത്. അതിനുശേഷമുള്ള 7 വർഷം, ആ 7 വർഷവും പലതരത്തിൽ പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു, പരീക്ഷകളിൽ അപാകതകൾ, പരീക്ഷ അനന്തമായി നീളുന്ന സാഹചര്യം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം കാരണക്കാരൻ പരീക്ഷാ കൺട്രോളർ എന്ന രീതിയിൽ ഇയാൾക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ പരീക്ഷാ കൺട്രോളർ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യമാണ് സെനറ്റ് KSU അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ എക്സാം കൺട്രോളറെ മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് പൊതുവായി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, LLB പരീക്ഷയിലെ പുനർമൂല്യനിർണ്ണയത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ അത് സർവകലാശാലയ്ക്ക് മുന്നിൽ പല ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ഈ പുനർമൂല്യനിർണ്ണയം നടത്തിയപ്പോൾ തന്നെ നിരവധി കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഫീസ് ഇനത്തിൽ വാങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യമായി ഇത്തരത്തിലുള്ള പുനർമൂല്യനിർണ്ണയം മാറുന്നു എന്നൊരു കാര്യം അത് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അപ്പം നേരത്തെ ഈ എഞ്ചിനീയറിംഗ് പരീക്ഷ, ഈ സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് പരീക്ഷ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ ഒരു ക്രമക്കേട് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ 7 വർഷമായി എക്സാം കലണ്ടറുകളൊന്നും തന്നെ കൃത്യമായി പാലിക്കാതെയാണ് പരീക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എക്സാം കൺട്രോളർക്കാണ് ഇതിന്റെ ചുമതല അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം അത് എക്സാം കൺട്രോളർക്കുണ്ട് എന്നൊരു കാര്യം അത് ഈ സെനറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ LLB വിഷയത്തിൽ പോലും ഇത്രയധികം സമരമുണ്ടായിട്ടും ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ കൃത്യമായി വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ വിശദീകരിക്കാനോ പോലും എക്സാം കൺട്രോളർ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഈ സെനറ്റ് അംഗങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരാതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും പരാതി കൊടുത്തിട്ടുള്ളത്. ഈ അനുകൂലമായൊരു തീരുമാനം അത് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സെനറ്റ് അംഗങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ എക്സാം കൺട്രോളർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് കടക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കീർത്തന, ശരി, പരീക്ഷാ കൺട്രോളറെ മാറ്റണമെന്നാണ് ആവശ്യം. ഇപ്പോൾ KSUവിൽ പരാതി നൽകിയിരിക്കുന്നു. സുനിഷ ഏലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.